ഹായ്, ഈറ്റ് ക്ലീൻ ആൻഡ് ഗെറ്റ് ഫിറ്റിൻ്റെ ഇന്നത്തെ വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ ജിമ്മിൽ പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോകുമ്പോൾ എന്തായാലും കരുതേണ്ട കുറച്ച് ഐറ്റംസ് ആണ്. അല്ലെങ്കിൽ ഞാൻ ജിമ്മിൽ പോകുമ്പോൾ സ്ഥിരമായിട്ട് കൊണ്ടുപോകാറുള്ള കുറച്ച് ഐറ്റംസ്. വാട്ട്സ് ഇൻ മൈ ജിം ബാഗ് എന്നൊക്കെ കാണിച്ച് വെറുതെ ഓവറാക്കി ചളമാക്കുന്നില്ല. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ജിമ്മിൽ പോകുമ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്, ഞാൻ കഴിഞ്ഞ വർഷം ഡെക്കാത്തലോണിൽ നിന്ന് മേടിച്ചൊരു ബാഗാണ്. കഴിഞ്ഞ വർഷം ജാനുവരിയിൽ നാട്ടിൽ വന്നപ്പോൾ മേടിച്ച ബാഗ്. ഇതിന് മാക്സിമം ഒരു 300 രൂപ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ കറക്റ്റ് പ്രൈസ് ഓർക്കുന്നില്ല. പക്ഷേ ഇത് നല്ല എന്താ പറയുക, ചെറുതാണ്. പക്ഷേ ജിമ്മിലെ ഐറ്റംസ് എല്ലാം കൊള്ളുകയും ചെയ്യും. നല്ല യൂസ്ഫുൾ ആണ്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. അധികം വിലയോട്ട് ഇല്ലാനോ. അപ്പോൾ ഇതെന്തായാലും ജിമ്മിലൊക്കെ പോകുന്നവർക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് ബാഗായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ജിം ടവലാണ്. പൊതുവെ എല്ലാവരും യൂസ് ചെയ്യാറില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ജിം ടവൽ എന്ന് പറയുന്നത് അവരെപ്പോഴും ഒരു മാൻഡേറ്ററി ആയിട്ടെങ്കിലും എഴുതി വെക്കാറോ ഇല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ജിം ടവൽ യൂസ് ചെയ്യണമെന്ന് നിർദ്ദേശിക്കാറ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് ഏതൊരു വിദേശ രാജ്യങ്ങൾ എടുത്താലും അവിടെ എല്ലായിടത്തും അവർ എഴുതി വെച്ചിട്ടുണ്ടാകും ജിം ടവൽ എന്തായാലും യൂസ് ചെയ്യണമെന്നുള്ളത്. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിമ്മിൽ പല വെറൈറ്റി ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവരും അവിടെ നിന്ന് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് വേർക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ അവിടുത്തെ മെഷീൻസ്, അവിടുത്തെ മാറ്റ്, അവിടുത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ ഷെയർ ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ഒരു സിനാരിയോ എടുക്കുക. ഇപ്പോൾ ഒരാൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് അയാൾ ബോഡി സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി അവിടുത്തെ മാറ്റ് എടുത്തു. സ്വാഭാവികമായിട്ടും അയാളുടെ ബാക്കിൽ നല്ല വേർപ്പുണ്ടാവും, അയാളുടെ ശരീരത്തിൽ മൊത്തത്തിൽ വേർപ്പുണ്ടാവും. അപ്പോൾ അയാൾ ആ മാറ്റിൽ കിടന്ന് സ്ട്രെച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അയാളുടെ ശരീരത്തിലുള്ള ആ വേർപ്പൊക്കെ ആ മാറ്റിലോട്ടോ. ഇനി എന്നിട്ട് അയാൾ അത് വർക്കൗട്ട് കഴിഞ്ഞ് അതെവിടെയാണെന്ന് വെച്ചാൽ വയ്ക്കേണ്ട സ്ഥാനത്ത് വെച്ചു. ഇനി വേറൊരാൾ വന്ന് അതെടുത്ത് വീണ്ടും അതേൽ കിടക്കുമ്പോൾ വീണ്ടും അയാളുടെ വേർപ്പ് ഇയാളുടെ ദേഹത്തേക്കൊക്കെ ആയി എന്താ പറയുക, ആകെ മൊത്തം വൃത്തികേടാവും. അപ്പോൾ വെറുതെ ആ പണിക്ക് പോകാൻ നിൽക്കണ്ട. നിങ്ങൾ എപ്പോഴും ഒരു ജിം ടവൽ യൂസ് ചെയ്യുക. നിങ്ങൾ മെഷീൻസിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആ മെഷീൻസിലിടാം. അല്ലെങ്കിൽ ഇപ്പോൾ ബെഞ്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബെഞ്ചിലിടാം. അല്ലെങ്കിൽ ഇപ്പോൾ മാറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ മാറ്റിലും ഈ ടവൽ യൂസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ടവൽ മേടിക്കുമ്പോൾ ഉണ്ടല്ലോ, തീരെ ചെറിയ ടവലൊന്നും നോക്കി മേടിച്ചേക്കരുത്. അത്യാവശ്യം നീളവും ഇത്തിരി വീതിയൊക്കെ ഉള്ളത്. ഇപ്പം നിങ്ങളൊരു ബെഞ്ചിൽ ടവൽ ഇടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ജിമ്മിലെ ബെഞ്ചിൽ ടവൽ ഇടണമെന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം നീളം വേണം. അപ്പോൾ നിങ്ങൾ അത് കണക്കാക്കി മേടിക്കാം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, ഡംബൽസും ബാർബിൾസും ഒക്കെ വെച്ച് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ജിം ഗ്ലൗസ് മേടിക്കുന്നത് എന്തുകൊണ്ടും ഒരു നല്ല കാര്യമാണ്. ഞാൻ പണ്ട് ജിം വെയ്റ്റ് ലിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒന്നും ഗ്ലൗസ് യൂസ് ചെയ്തില്ലായിരുന്നു. ഞാൻ അവിടുത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്ന കണ്ട് പിന്നെ അങ്ങ് മേടിച്ചതാണ്. നമുക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്, അത് ആണുങ്ങൾ നല്ല ഹെവി വെയ്റ്റ് ലിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ അവർ ഗ്ലൗസ് യൂസ് ചെയ്യുന്നു, നമുക്കൊന്നും യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത്. നിങ്ങൾ വെയ്റ്റ് ലിഫ്റ്റിംഗ്, അതായത് ഡംബൽസും ബാർബിൾസും വെച്ച് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗ്ലൗസ് മേടിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഗ്ലൗസ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അത് അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഗ്ലൗസ് ഒന്നും ഇടാതെയാണ് ഡംബൽസ് വർക്കൗട്ട് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഗ്ലൗസ് ഇട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗ്രിപ്പ് ഫീൽ ചെയ്യും. നിങ്ങളങ്ങനെ ഗ്ലൗസ് ഇട്ട് വർക്കൗട്ട് ചെയ്ത് ശീലിച്ചാണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് ആ പഴയ ശീലത്തിലോട്ട് തിരിച്ചു പോകാൻ തോന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഈ കയ്യിൽ സ്ഥിരമായിട്ട് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നവരുടെയൊക്കെ കയ്യിലുണ്ടല്ലോ തഴമ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തഴമ്പ് വരുന്നതൊന്നും വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു ഗ്ലൗസ് മേടിച്ച് കൈ പിടിക്കുന്നത് നല്ലതാണ്. ഇനി ഗ്ലൗസ് ആണെങ്കിലും ഫ്രീക്വൻ്റ് ആയിട്ട് മേടിക്കേണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ ഗ്ലൗസ് മേടിച്ചിട്ട് ഏകദേശം ഒരു 1.5 വർഷത്തോളം ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ പഴയ ജിമ്മിൽ നിന്ന് മേടിച്ചതാണ്. 1.5 വർഷത്തിന് മേളിലായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, എന്തായാലും കുറവില്ല. അതിപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി ഭംഗിയൊക്കെ പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഒരു എന്താ പറയുക, ഒരു തവണ നിങ്ങൾ മേടിച്ചതിന് ഒരു 1.5-2 വർഷമൊക്കെ എന്തായാലും നിൽക്കും. ഇത് ഒരു കുഴപ്പമില്ലാതെ നിൽക്കും. അപ്പോൾ ഇതുപോലെ ഒരു നല്ല ജിം ഗ്ലൗസ് മേടിച്ച് കയ്യിൽ വയ്ക്കുക. അതെടുക്കാൻ മറക്കരുത്. എപ്പോഴും അത് ബാഗിൽ കിടക്കുക. നിങ്ങൾ സാധാരണ നിങ്ങളുടെ ജിം ടവൽ കഴുകുന്നോണം തന്നെ ഈ ജിം ഗ്ലൗസ് നിങ്ങൾ ആ വാഷിംഗ് മെഷീനിൽ ഇട്ട് അത് കഴുകി നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും. പിന്നെ നിങ്ങൾ മൂന്നാമത് മറക്കാതെ എടുക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് ഒരു ബോട്ടിലാണ്. ഒരു കുപ്പിയും അതിൽ കുറച്ച് വെള്ളം എന്തായാലും മറക്കരുത്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓരോ റെപ്പറ്റീഷനോ അല്ലെങ്കിൽ ഓരോ സെറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും വെള്ളം കുടിക്കാൻ ദാഹിക്കും. അപ്പോൾ ഒരു കുപ്പി, ഒരു 750 മില്ലിയോ അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളമോ കൊള്ളുന്ന ഒരു കുപ്പി വെള്ളം എന്തായാലും കൊണ്ടുപോകാം. അത് ഒറ്റയടിക്ക് കുടിച്ച് തീർക്കണമെന്നല്ല പറയുന്നത്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കുമ്പോഴൊക്കെ ഓരോ സിപ്പായിട്ട് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുക. ഇനി നാലാമത്തെ കാര്യം, ഇതെല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല. നിങ്ങളിപ്പോൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഉടനെ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഷേക്ക് ചെയ്യാൻ പറ്റിയ ബോട്ടിലും കൂടെ കൊണ്ടുപോവുക. ഞാൻ ഈ ബോട്ടിൽ പ്രോട്ടീൻ പൗഡർ മാത്രമായിട്ട് കൊണ്ടുപോകാറുള്ളൂ. വെള്ളം ഇവിടനെ പകർത്തി ഷേക്ക് ചെയ്ത് വെക്കാറില്ല. ഈ ബോട്ടിൽ നന്നായിട്ട് കഴുകി തുടച്ചിട്ട് അതിൻ്റെ അകത്ത് പ്രോട്ടീൻ പൗഡർ ഇട്ട് വയ്ക്കുക. ഞാൻ ഇങ്ങനെ തലേദിവസം എല്ലാം എടുത്ത് വയ്ക്കും ജിം ബാഗിലോട്ടുള്ളത്. അപ്പോൾ ബോട്ടിൽ നന്നായിട്ട് കഴുകി നന്നായിട്ട് ടിഷ്യൂ വെച്ച് തുടച്ച് അതിലോട്ടൊരു 1 സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ ഇട്ട് അടച്ചു വയ്ക്കുക. നിങ്ങൾ ജിമ്മിൽ പിറ്റേ ദിവസം ചെന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഇതിലോട്ട് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കഴിക്കാം. ഈ 4 ഐറ്റംസ് ഞാനും ഈ ഷേക്ക് ചെയ്യുന്ന ഈ ബോട്ടിൽ ഈ പ്രോട്ടീൻ പൗഡർ എല്ലാ ദിവസവും കൊണ്ടുപോകാറില്ല. ഞാൻ കഴിക്കുന്ന ദിവസങ്ങളിൽ ഇതും കൊണ്ടുപോകാറുണ്ട്. ഈ 4 ഐറ്റംസ്. പിന്നെ നിങ്ങൾക്കറിയാലോ,
നിങ്ങളിപ്പോൾ മൊബൈൽ നോക്കിയാണ് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മൊബൈൽ, ജിമ്മിലെ ആക്സസ് കാർഡ്, വീട്ടിലെ കീ, അങ്ങനത്തെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതും എടുക്കാം. ഈ ജിം ടവല്, ഗ്ലൗസ്, ബോട്ടിൽ, ഇത് മൂന്നും നിങ്ങൾ എടുക്കാൻ മറക്കരുത്. പിന്നെ ഇപ്പോൾ ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഖം തുടയ്ക്കാനുള്ള ടിഷ്യൂ എടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. ഞാൻ ഈ മുഖം തുടയ്ക്കുന്നതും എല്ലാം ചെയ്യുന്നതൊക്കെ എൻ്റെ ആ ജിം ടവലിൽ വെച്ച് തന്നെയാണ്. ഒരു 2 ജിം ടവൽ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് മറ്റേതെടുക്കുക, അങ്ങനെ മാറി മാറി യൂസ് ചെയ്യാം. ജിം ടവലും പെട്ടെന്ന് ചെളിയാവും. അപ്പോൾ നിങ്ങൾ എപ്പോഴും അത് മാക്സിമം ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ കഴുകാൻ ശ്രമിക്കണം. ഗ്ലൗസ് അത്രയും ആവത്തില്ല, അപ്പോൾ നിങ്ങൾ അതും ശ്രദ്ധിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.